ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് 2 റെസിപ്പീസാണ് ഷെയർ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇത് നിശ്ചയൊക്കെ സ്കൂളിലുള്ളൊരു ദിവസത്തെ വീഡിയോ ആണ്. അപ്പം ഓളിവിടെ ഈവനിങ് സെഷനിലാണ് പോകുന്നുള്ളത്. അതായത് ആഫ്റ്റർനൂൺ ടൈമാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എണിച്ച് കഴിഞ്ഞെങ്കിൽ വലിയ ഹറിബറിയൊന്നും ഇല്ലാണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കാനും പറ്റുന്നുണ്ട്. അങ്ങനെ തിരക്ക് കൂട്ടിയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 9 മണിയായാലും എണിച്ച് കഴിഞ്ഞെങ്കിൽ ഒക്കെ എന്തെങ്കിലും ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തെങ്കിൽ പിന്നെ അതിന് ശേഷം ഞാൻ എന്തെങ്കിലും ടിഫിൻ റെഡിയാക്കി. ചില ഡേയ്സിൽ ഞങ്ങൾക്ക് ഭയങ്കര ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ചില ഡേയ്സിൽ ബ്രെഡ് ന്യൂട്ടറിലോ ജാമോ മറ്റായിരിക്കും ഞാൻ സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ അതിന് ശേഷം ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പയർ കഞ്ഞിയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഓക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കഴിക്കും എന്നെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും. നമുക്ക് എളുപ്പത്തിൽ പണിയും ആവുമല്ലോ. പിന്നെ ഞാനും കഴിക്കും, പിന്നെ മോനാണെങ്കിലും പ്രശ്നമില്ല. അങ്ങനെ അത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുമല്ലോ. നമ്മൾ സാധാരണ പയറും ഞാൻ ചീരശാല അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പയറും അരിയും ഒന്നിച്ച് കുക്കറിൽ വേവിച്ചെടുത്തതിന് ശേഷം ചിലർ തേങ്ങാപ്പാലെടുത്തിട്ടാക്കും ചെയ്യുന്നത്, ചിലർ അങ്ങനെ തേങ്ങ അരച്ചുകൂട്ടിയിട്ടാക്കും. അപ്പോൾ ഇപ്പം ഞാൻ തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടല്ല ആക്കുന്നത്. ഞാൻ ജസ്റ്റ് തേങ്ങയും പിന്നെ ജീരകം ഒന്നിച്ചിട്ടിട്ട് അരച്ചിട്ട് അതൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ്. പിന്നെ നെക്സ്റ്റത്തെ പരിപാടി നമ്മൾ സ്നാക്സ് ഉണ്ടാക്കലാണ്. അപ്പോൾ അതിന് ചിക്കൻ ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ബോൺലെസ് പീസ് ചിക്കൻ എടുക്കുക. പിന്നെ ഒരു ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 ആൾക്കുള്ള സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അതും പിന്നെ കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക. നല്ലപോലെ അത് പീസസ് ആയിട്ട് വരണം. പിന്നെ വെള്ളമൊന്നും ഒഴിച്ച് തരണ്ട, അങ്ങനെ ഇട്ടണം. പിന്നെ സ്പൈസസ് നിങ്ങൾക്ക് വേണ്ടിയ പോലെ ഇട്ടെങ്കിലായി. ഇപ്പം ഞാൻ കുറച്ച് പെപ്പർ ഇട്ടിന്, പിന്നെ ഒരു ചില്ലി ഫ്ലേക്സ് ഇല്ലാത്തതുകൊണ്ട് ഒരു വറ്റൽമുളക് ഇട്ടിട്ടാണ് ഞാൻ അതിന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ഒരു ബോയിൽഡ് പൊട്ടാറ്റോവും പിന്നെ കുറച്ച് ഓനിയൻ ഇട്ടിട്ട് നല്ലപോലെ ഇതിനെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ അതിനെ ചെയ്യുന്ന ഫ്രൈ ചെയ്യുന്നതാണ്. വേറെ ഒന്നും ഡിപ്പ് ചെയ്യാനൊന്നും ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗും പിന്നെ ബ്രെഡ് കോട്ടിങ് എല്ലാം ആക്കിയിട്ട് ഇങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഷാലോ ഫ്രൈ ആണ് ആക്കുന്നത്. അപ്പോൾ പിള്ളേർക്ക് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇത് നെയ്യ് ഇട്ടിട്ടാണ് ഇതിനെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയ ഷേപ്പിലേ ആക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഡോണിട്ട് വട അല്ലേ ആ ഒരു ഷേപ്പിലാണ് ഇത് ഫ്രൈ ആക്കിയിട്ട്. പിന്നെ കുക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് 2 സൈഡ് മറിച്ചിട്ടിട്ട് കുക്ക് ചെയ്യണം. എന്തെങ്കിലും ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാതല്ലേ എടുത്തിന്. അപ്പോൾ അത് കുക്ക് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഒരു സൈഡ് തന്നെ വെച്ചെങ്കിൽ അതൊരു സൈഡ് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ആക്കിയിട്ട് ഇട്ടെടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഉള്ള ടിഫിനെല്ലാം റെഡി ആയിട്ടായി. പിന്നെ ഓളെ റെഡിയാക്കലാന്ന് പണി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇങ്ങനെ പയർ കഞ്ഞിലാക്കി കൊടുത്തെങ്കിൽ ഓൾ തന്നെ കഴിച്ചോളും. അപ്പോൾ ഞാനിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓളെല്ലാം കഴിച്ചിട്ട് ഓളെ പണിയെല്ലാം എടുത്തിട്ട് ഓൾ വന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തെങ്കിൽ ഞാൻ ഇങ്ങനെ ഓളെ ബാക്കിലേ പോയിട്ട് ഫീഡാക്കണം മീൻസ് ഇങ്ങനെ പറഞ്ഞിട്ട് ഓളെ കൊണ്ട് കഴിപ്പിക്കണം. ഇത് ഓൾ തന്നെ കഴിച്ചിട്ട് വന്നോളും. അങ്ങനെ നെക്സ്റ്റ് സ്നാക്സ് എല്ലാം റെഡി ആയതിനു ശേഷം അതിനൊന്ന് ടിഫിനിലിടുന്നുണ്ടായിന്. ടിഫിനിലിടുമ്പോൾ തന്നെ ഓൾ ഓരോ പീസ് എടുത്തിട്ട് കഴിക്കുന്നുണ്ടായിന്. ഒക്കെ ഭയങ്കര ഇഷ്ടമായിന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വെറൈറ്റി ആക്കണമെന്നെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. എന്തായാലും ഇഷ്ടമാവും. പിള്ളേർക്ക് ഇനി ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഭയങ്കര ഇഷ്ടമല്ലേ. ഡോണറ്റ് എന്നെല്ലാം പറഞ്ഞിട്ട് ചിക്കൻ ഡോണറ്റ് എന്നെല്ലാം പേരിട്ടിട്ട് കൊടുത്തെങ്കിലായി എന്തായാലും ഭയങ്കര കൗതുകത്തോടെ ഇതിനെ കഴിക്കും. നല്ല ഉണ്ടായിന്. പിന്നെ ഞാൻ കുറച്ച് കുക്കുമ്പറെല്ലാം പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇഷ്യൂ എല്ലാം റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഓളക്ക് പോകാനുള്ള ടൈമായി. ഓളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാൾ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഓളെ ഞാൻ ഗേറ്റിനവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ എൻ്റെ നെക്സ്റ്റത്തെ പരിപാടി എന്ന് പറയുന്നത് ലഞ്ച് ഉണ്ടാക്കലാണ്. ചില ദിവസങ്ങളിലെല്ലാം ഞാൻ ഓളെ പോകുന്നാണ്ടി മുന്നേ തന്നെ ആക്കും. ചില ദിവസങ്ങളിൽ ഞാൻ ഓൾ പോയതിന് ശേഷമാണ് ആക്കൽ. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കുക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിലുണ്ടായിന്. അപ്പം ഞാനിന്ന് ചിക്കൻ്റെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര സംഭവമൊന്നുമല്ല, എങ്കിലും ഞാൻ വെറുതെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഓൾക്ക് നേരത്തെ ഫ്രൈ ആക്കി കൊടുത്ത ആ പാനിൽ തന്നെ നെയ്യ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലേക്ക് തന്നെയാണ് ഞാൻ ഇത് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിലേക്ക് ഫസ്റ്റ് ഈ ചിക്കനെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് പെപ്പറും സോൾട്ടും ഇട്ടിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ അല്ല, ഒരു ഷാലോ ഫ്രൈ പോലെ ആയിട്ട് ഒന്ന് നമ്മൾ ഷാലോ ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ചിക്കനെല്ലാം എടുത്തിട്ടായിട്ട് അതേ പാനിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പിന്നെ പെരുംജീരകം
അതൊന്നെങ്കിൽ പേസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്രഷ് ചെയ്തിട്ട് കുത്തിയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ടത്. അതൊന്ന് ഇങ്ങനെ വാടിയിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ചല്ല, കുറച്ച് അധികം തന്നെ ഇടുന്നുണ്ട് ഞാൻ. കുറച്ചിങ്ങനെ എന്താ പറയുക, മസാല പോലെ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉള്ളിയെല്ലാം നല്ല പോലെ ഇങ്ങനെ വാടിയിട്ട് അതിൻ്റെ കളറെല്ലാം ചേഞ്ച് ആയിട്ട് വരുമല്ലോ, ആ സമയത്ത് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ടൊമാറ്റോ നല്ല പങ്കലിട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇങ്ങനെ നല്ലോണം ഒരു സ്വീറ്റ് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഇങ്ങനെ നല്ല ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നല്ല പോലെ മിക്സ് ആക്കിയിട്ട് അതൊന്ന് ഉടഞ്ഞ് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ നേരത്തെ എടുത്ത് വെച്ച് അത് അതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ പൊടികൾ ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാൻ ഇട്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ വറുത്തിട്ട് വെച്ച മറ്റേ മുളകും മല്ലിയല്ലേ അതും മിക്സാക്കിയിട്ട് ഇത്ര ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി. പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ ഇടയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് മീറ്റ് മസാല ഇട്ടതിലേക്ക്, എന്തെങ്കിലും സാറിൽ എന്തെങ്കിലും ഒരു മസാല ഇട്ടെങ്കിൽ മതിയല്ലേ, അങ്ങനെ അത് ഇട്ട് പിന്നെ ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഫുൾ ഹീറ്റിൽ അതിനെ കുക്കാക്കിയിട്ട് എടുക്കണം. പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ചിക്കന് വേവോളം, എന്നാലും നമ്മൾ ഫസ്റ്റ് ചിക്കനെ വേവിച്ചിട്ട് എടുത്തിട്ടാലോ, ജസ്റ്റ് ഇങ്ങനെ നെയ്യിലിട്ടിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുത്താൽ അപ്പോൾ ചിക്കൻ കുക്കായിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ചെറിയ തീയിൽ കുറച്ച് നേരം വെച്ചിട്ട് ചിക്കൻ കുക്കാവുന്ന ടൈമോളം വെക്കണം. അങ്ങനെ ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ആ സമയത്ത് എനിക്കൊരു കോൾ വന്ന് താഴ്ന്ന് ഞാൻ ട്രെൻഡിയോന്ന് ഒരു സംഭവം ഓർഡർ ആക്കിയിട്ടുണ്ടായിന്, ആ ഡെലിവറി വന്നിട്ടുണ്ട് അറിഞ്ഞിട്ട്. അങ്ങനെ വീയ ഞാൻ സൈൻ്റെ എടുത്തുകൊണ്ട് പോയിട്ട് അത് വാങ്ങിക്കൊണ്ട് വന്ന്. അപ്പോൾ വേറെന്തല്ല, മറ്റേ ജേഴ്സി ഷാൾ ഉണ്ടല്ലോ, ജേഴ്സി ഹിജാബ്സ്, അതാണ് നല്ല ഓഫറിലാണ് നിങ്ങൾക്ക് കിട്ടിയ. നല്ല ഓഫർ എന്ന് പറഞ്ഞെങ്കിൽ 8 ഷാളിലേക്ക് എനിക്ക് ആകെ 19 റിയാലാണ് ആയത്. ഒന്നാമത് ഞാൻ ഈ നമ്പറിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഓർഡർ ചെയ്യുന്നുണ്ടായിന്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം ഫ്രീ ഷിപ്പിംഗ് ആണ്. പിന്നെ അതും കൂടാണ്ട് അത് സെയിലുണ്ടായ ടൈം, പിന്നെ ഒരു കൂപ്പൺ കോഡും ഉണ്ടായിന് എൻ്റെ അടുത്ത്. ഇതെല്ലാം ഇട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് അത്ര ആയത്. അപ്പോൾ ട്രെൻഡിയോയിൽ ഇപ്പം ഞാനൊരു 3 പ്രാവശ്യം തോയി വാങ്ങിക്കുന്നത്. ഞാൻ വാങ്ങിയ ഐറ്റംസ് എല്ലാം നല്ല അടിപൊളിയാണ്. ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിന് ഞാൻ, പിന്നെ ഇങ്ങനത്തെ 2-3 സംഭവമെല്ലാം വാങ്ങിന്. എന്തായാലും നല്ല ഷാളായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിന്. അങ്ങനെ അതെല്ലാം ഒന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ കുറച്ച് ട്രയലും പരിപാടിയെല്ലാം നടത്തി, കണ്ണാടിൻ്റെ എതിർക്ക് നിന്നിട്ട് കുറച്ച് ഇട്ടിട്ടെല്ലാം നോക്കി. അപ്പം ഭയങ്കര വലിയ ഷാളല്ല, ലെങ്ത്തും വിടുത്തും എന്നുള്ള വലിയ ഷാളല്ല, സ്റ്റിൽ നമുക്ക് നല്ല പോലെ എല്ലാം കവറിങ് ആണ്, നല്ലൊരു ഹിജാബാണ്.